നമുക്ക് കളിക്കാൻ സ്ഥലമുണ്ട്, പക്ഷേ കളി ഉപകരണങ്ങളില്ല. 6ാം ക്ലാസ്സിലെ ചലനത്തിനൊപ്പം എന്ന പാഠഭാഗത്തിലൂടെ പഠിച്ച ചലനങ്ങൾ ഉപയോഗിച്ചുള്ള കളി ഉപകരണങ്ങളാണിത്. ദോലനമാണ്. ഒരു വസ്തു ഒരു പൂർണ്ണസ്ഥാനത്തെ ആസ്വാദമാക്കി ഇരുവശങ്ങളിലേക്ക് ചലിക്കുന്നതിനെ ദോലനം എന്ന് പറയുന്നു. ഇത് നേർരേഖ ചലനമാണ്. നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖ ചലനം. ഇത് ചലനമാണ്. തുല്യ ഇടവേളകൾക്ക് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിനെ ആനുകാലിക ചലനം എന്ന് പറയുന്നു. ഇത് ഭ്രമണമാണ്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഉദാഹരണം ഭൂമിയുടെ ഭ്രമണം. ഇത് നേർരേഖ ചലനമാണ്. ഒരു വസ്തു നേർരേഖയിലൂടെ ചലിക്കുന്നതിന് നേർരേഖ ചലനം എന്ന് പറയുന്നു. ഇത് വർത്തുള ചലനമാണ്. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. ഉദാഹരണം കല്ലിൽ കയറ് കെട്ടി വട്ടത്തിൽ കറക്കുന്നത്. ലോകത്തിലെ എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചലനമാണ് ലോകത്തിന്റെ നിലനിൽപ്പിൽ തന്നെ ആധാരം. സൗരഗൃഹവും ആകാശഗംഗയും എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രോണുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. പരാർത്ഥവട്ടം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് കാരണം ചലനമാണ്. ധാരാളം ചലനങ്ങൾ നടക്കുന്ന ചുറ്റുപാടിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും പലതരം ചലനങ്ങൾക്ക് നാം വിധേയമായേക്കാം എന്നും തിരിച്ചറിയാൻ 6ാം ക്ലാസ്സിലെ ചലനത്തിനൊപ്പം എന്ന പാഠഭാഗത്തിലൂടെ കഴിഞ്ഞു. ഇതിലൂടെ പ്രകൃതിയുടെയും ചുറ്റുപാടിലെയും ചലനങ്ങളെ തിരിച്ചറിയാനും അവയുടെ പ്രത്യേകതകൾ കണ്ടെത്തി തരംതിരിക്കാനും നിർവചിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു.